ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് ദീപകം ടെക്സ്റ്റ് ബുക്കിൻ്റെ യഹ് ജാനാതി സഹ പണ്ഡിതഃ എന്ന ചാപ്റ്ററാണ്. അതായത് ആരാണു അറിയുന്നവൻ അവൻ പണ്ഡിതൻ. സംസ്കൃത സാഹിത്യെ പ്രഹേളികാനാം വിശിഷ്ടം സ്ഥാനമസ്തി. സംസ്കൃത സാഹിത്യത്തിൽ കടങ്കഥകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പ്രഹേളികാഃ ആബാലവൃദ്ധം മാനസികം ഉല്ലാസം ജനയന്തി. കടങ്കഥകൾ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെയുള്ള ആളുകളിൽ മാനസികമായ സന്തോഷം ഉണ്ടാക്കുന്നു. ബുദ്ധിഹി താർക്കിക ശക്തിം വർദ്ധയന്തി. ബുദ്ധിയാൽ യുക്തിപരമായ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നു. ചിന്തനക്ഷമതാം വികാസയന്തി. ചിന്താശേഷി വികസിപ്പിക്കുന്നു. പൂർവജനാം കവീനാം ബുദ്ധിമതാം കൽപ്പനാശക്തിയും ച ദർശയതി. അതുകൂടാതെ പൂർവികരുടെ ബുദ്ധിശക്തിയും ഭാവനാശക്തിയും ഇത് വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഭോജനാന്തെ ച കിം പേയം ജയന്തഃ കസ്യ വൈസുതഃ കഥം വിഷ്ണുപദം പ്രോക്തം തക്രം ശക്രസ്യ ദുർലഭം. വിവരണം നോക്കാം. ഭോജനസ്യ അന്തെ കിം പാനീയം. ഭക്ഷണത്തിന് ശേഷം എന്താണ് കുടിക്കേണ്ടത്? തക്രം, അതായത് മോര്. ജയന്തഃ കസ്യ പുത്രഃ. ജയന്തൻ ആരുടെ മകനാണ്? ശക്രസ്യ, ഇന്ദ്രൻ്റെ. വിഷ്ണോഹു സാന്നിധ്യം കഥം ഉക്തം. വിഷ്ണുവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്? ദുർലഭം, ലഭിക്കാൻ പ്രയാസമുള്ളത്. അടുത്ത നോക്കാം. ന തസ്യാധീർണ തസ്യാന്തോ മധ്യേ യസ്തസ്യ തിഷ്ഠതി തവാപ്യസ്തി മമാപ്യസ്തി യദി ജാനാസി തദ്ധത. വിവരണം നോക്കാം. തസ്യ ആദിഹി ന അസ്തി. അതിൻ്റെ തുടക്കത്തിൽ ന ഉണ്ട്. തസ്യ അന്തഃ അപി ന അസ്തി. അതിൻ്റെ അവസാനവും ന ഉണ്ട്. തസ്യ മധ്യേ യ തിഷ്ഠതി. ഇതിൻ്റെ ഇടയിൽ യ ഉണ്ട്. അതായത് നായിൻ്റെ ഇടയ്ക്ക് യ ഉണ്ട്. തവ അപി അസ്തി മമ അപി അസ്തി. അത് നിനക്കുമുണ്ട് എനിക്കുമുണ്ട്. യദി ജാനാസി തദ്വദ. അറിയാമെങ്കിൽ പറയുക. അറിയാമെങ്കിൽ പറയൂ. എന്താണത്? നയനം, കണ്ണുകൾ. അടുത്ത നോക്കാം. വൃക്ഷസ്യാഗ്രേ ബലം ദൃഷ്ടം ബലാഗ്രേ വൃക്ഷ ഏവ ച അകാരാദിം സകാരാന്തം യോ ജാനാതി സ പണ്ഡിതഃ. വിവരണം നോക്കാം. വൃക്ഷസ്യ അഗ്രേ ഫലം ദൃഷ്ടം. വൃക്ഷത്തിൻ്റെ മുകളിൽ ഫലം കാണപ്പെടുന്നു, ഫലം കാണാൻ സാധിക്കുന്നു. ഫലസ്യ അഗ്രേ വൃക്ഷഃ ഏവ ച. ഫലത്തിൻ്റെ അറ്റത്ത് വൃക്ഷവും കാണപ്പെടുന്നു. അകാരഃ യസ്യ ആദിഹി തഥൈവ സകാരഃ യസ്യ അന്തി അസ്തി. അ എന്ന അക്ഷരത്തിൽ തുടങ്ങി സ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്നു. ഓക്കെ. തത്പദം യഹ് ജാനാതി സഹ പണ്ഡിതഃ. ആ പദം അറിയുന്നവനാരോ അവൻ പണ്ഡിതൻ. അനാനസഃ, അതായത് പൈനാപ്പിൾ. അടുത്ത് നോക്കാം. കിമിച്ഛതി നരഃ കാശ്യാം ഭൂപാനാം കോ രണേ ഹിതഃ കോ വന്ദ്യഃ സർവദേവാനാം ദിയതാം ഏകമുത്തരം. മനുഷ്യഃ കാശ്യാം കിമിച്ഛതി. മനുഷ്യൻ കാശിയിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? മൃത്യും, മരണം. യുദ്ധേ മഹാരാജാനാം കഃ ഹിതഃ. യുദ്ധത്തിൽ രാജാക്കന്മാർക്ക് എന്താണ് ഗുണകരം? ഹിതമെന്ന് പറയുന്നത് ജയഃ, അതായത് വിജയം. ക സർവദേവാനാം വന്ദനീയഃ. എല്ലാ ദേവന്മാരാലും ആരാണ് വന്ദനീയൻ, അതായത് പൂജിക്കപ്പെടുന്നത്, ആരാധിക്കപ്പെടുന്നത്? ഏകപദേന ഉത്തരം ദദാതു. വൺ വേർഡിൽ
ആൻസർ തന്നാട്ടെ. വൺ വേർഡിൽ ആൻസർ കൊടുക്കുക. എങ്ങനെ കൊടുക്കുക? മൃത്യുഞ്ജയ, അതായത് മൃത്യുഞ്ജയൻ, ശിവൻ. അടുത്ത് നോക്കാം. കുലാലസ്യ ഗൃഹേ യാർദം തദർത്ഥം ഹസ്തിനാപുരേ ദ്വയം മിലിത്വാ ലങ്കായാം യോ ജാനാതി സ പണ്ഡിതഃ. വിവരണം നോക്കാം. കുംഭകാരസ്യ ഗൃഹേ തസ്യ അർദ്ധം കിമസ്തി. അതായത് കുടമുണ്ടാക്കുന്ന ആളുടെ വീട്ടിൽ അതിൻ്റെ ആദ്യ പകുതിയുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെന്താണ്? കുംഭഃ, അതായത് കുടം. ഹസ്തിനാപുരേ തസ്യ അപരം അർദ്ധം കിം അസ്തി. അതായത് അതിൻ്റെ ബാക്കി ഹസ്തിനാപുരത്തിൻ്റെ പകുതിയിൽ ഉണ്ട്. അപ്പം കുംഭമുണ്ട്, അപ്പം ഹസ്തിനാപുരത്തിൻ്റെ ബാക്കി പകുതി എന്ന് പറയുമ്പം എന്താ വരിക? കർണഃ. അതായത് ഹസ്തിനാപുരത്തെ വീരൻ എന്ന് പറയുന്നത് ആരാണ്? കർണനാണ് അല്ലേ? അപ്പം കർണഃ. ദ്വയം മിലിത്വാ പൂർണ്ണരൂപം ലങ്കായാം കിം അസ്തി. രണ്ടും ചേർന്നാൽ ലങ്കയിലുള്ള ഒരു പൂർണ്ണരൂപമാണ്. ഈ രണ്ടും ചേരുമ്പോൾ ലങ്കയിലുള്ള ഒരു ആളുടെ പേരാവുന്നു. ഓക്കെ. ഉത്തരം യഹ ജാനാതി സഹ പണ്ഡിതഃ. ഉത്തരം അറിയുന്നവനാരോ അവനാണ് പണ്ഡിതൻ. അപ്പോൾ എന്താവും? കുംഭമുണ്ട്, കർണഹമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർന്നാൽ കുംഭകർണഃ. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ നോക്കാം. പാഠസ്യ ആധാരേണ നിമ്നലിഖിതാനാം പ്രശ്നാനാം ഏകപദേന ഉത്തരം ലിഖന്തു. പാഠത്തെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി വൺ വേർഡിൽ ആൻസർ എഴുതുക. ഭോജനാന്തെ പാത്തും യോഗ്യം കിം. ആഹാരത്തിന് ശേഷം കുടിക്കാൻ യോഗ്യമായത് എന്താണ്? തക്രം, അതായത് മോര്. സർവദേവാനാം വന്ദനീയഃ കഃ. എല്ലാ ദൈവങ്ങളാലും പൂജിക്കപ്പെടുന്നത് ആരാണ്? മൃത്യുഞ്ജയഃ, അതായത് ശിവൻ. ജയന്തഃ കസ്യ സുതഃ. ജയന്തൻ ആരുടെ മകനാണ്? ശക്രസ്യ, ഇന്ദ്രൻ്റെ. ലങ്കായാം മിലിത്വാ കസ്യ പൂർണ്ണരൂപമസ്തി. ലങ്കയും കൂടി ചേർന്നാൽ ആരുടെ പൂർണ്ണരൂപമാകും? കുംഭകർണഃ, കുംഭകർണൻ. പാഠസ്യ ആധാരേണ നിമ്നലിഖിതാനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരം ലിഖന്തു. പാഠത്തെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കംപ്ലീറ്റ് സെൻറ്റൻസിൽ ഉത്തരം എഴുതുക. വിഷ്ണുപദം കഥം പ്രോക്തം. വിഷ്ണുപദം എങ്ങനെ പ്രാപ്തമാകുന്നു? വിഷ്ണുപദം ദുർലഭം പ്രോക്തം. വിഷ്ണുപദം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പ്രാപ്തമാവുക, ദുർലഭമാണ്. കസ്യ ആദിഹി അന്തഃ ച ന അസ്തി. ആരുടെയാണ് തുടക്കവും അന്ത്യത്തിലും ന വരുന്നത്? നയനം. അസ്യ പദസ്യ ആദിഹി അന്തഃ. രണ്ടിൻ്റെയും തുടക്കവും ന അവസാനവും ന ആവുന്ന പദമെന്ന് പറയുന്നത് നയനമാണ്. നരഹ കാശ്യാം കിം ഇച്ഛതി. മനുഷ്യൻ കാശിയിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? നരഹ കാശ്യാം മൃത്യും ഇച്ഛതി. മനുഷ്യൻ കാശിയിൽ മൃത്യുവാണ് ആഗ്രഹിക്കുന്നത്. കുലാലസ്യ ഗൃഹേ അർദ്ധം കിം അസ്തി. അതായത് മൺകുടങ്ങൾ ഉണ്ടാക്കുന്നവൻ്റെ വീട്ടിൽ എന്താണുള്ളത്? വീട്ടിനുള്ളിൽ കുംഭമാണുള്ളത്, അതായത് കുടമാണുള്ളത്. ഓക്കെ. അധോലിഖിതാനി ശബ്ദരൂപാണി പഠന്തു അവഗച്ഛന്തു സ്മരന്തു ച. താഴെ തന്നിരിക്കുന്ന ശബ്ദരൂപങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചാൽ മതിയേ. ഇവിടെ ലിംഗം തന്നിട്ടുണ്ട്, ശബ്ദ തന്നിട്ടുണ്ട്, ഷഷ്ടി വിഭക്തിയുടെ രൂപങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അകാരാന്ത പുല്ലിംഗം. ശബ്ദം ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? ഛാത്രഃ. ഛാത്രഹിൻ്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്തൊക്കെയാണ്? ഛാത്രസ്യ, ഛാത്രയോഃ,
छात्राणां। विद्यालयः विद्यालयस्य विद्यालयोः विद्यालयानां। सुतः सुतस्य सुतयोः सुतानां। രാമः രാമസ്യ രാമയോः രാമാണാം. ഇനി നമ്മൾ അകാരാന്ത് സ്ത്രീലിംഗമാണ് നോക്കുന്നത്. ആകാരാന്ത് സ്ത്രീലിംഗത്തിനകത്ത് സീത സീതായാः സീതയോः സീതാനാം. കഥ കഥായാः കഥയോः കഥാനാം. പ്രിയ പ്രിയായാः പ്രിയയോः പ്രിയാണാം. അടുത്ത നോക്കാം. ഈകാരാന്ത് സ്ത്രീലിംഗം. നദി നദ്യാः നദ്യോः നദീനാം. ദേവി ദേവ്യാः ദേവ്യോः ദേവീനാം. ഇനി നമ്മൾ ആകാരാന്ത് നപുംസക് ലിംഗമാണ് നോക്കുന്നത്. പുസ്തകം പുസ്തകസ്യ പുസ്തകയോः പുസ്തകാനാം. ഉദ്യാനം ഉദ്യാനസ്യ ഉദ്യാനയോः ഉദ്യാനാനാം. ഫലം ഫലസ്യ ഫലയോः ഫലാനാം. ഭോജനം ഭോജനസ്യ ഭോജനയോः ഭോജനാനാം. ഇനി നമ്മൾ സർവനാമ പദങ്ങളാണ് നോക്കുന്നത്. അഹം അസ്മത്. മമ ആവയോः അസ്മാകം. ത്വം യുഷ്മത്. തവ യുവയോः യുഷ്മാകം. തത് പുല്ലിംഗം. തസ്യ തയോः തേഷാം. തത് സ്ത്രീലിംഗം. തസ്യാः തയോः താസാം. തത് നപുംസക്ലിംഗം. തസ്യ തയോः തേഷാം. ഏതത് പുല്ലിംഗം. ഏതസ്യ ഏതയോः ഏതേഷാം. ഏതത് സ്ത്രീലിംഗം. ഏതസ്യാः ഏതയോः ഏതാസാം. ഏതത് നപുംസക്ലിംഗം. ഏതസ്യ ഏതയോः ഏതേഷാം. അടുത്ത നോക്കാം. ഉദാഹരണാനുസാരം വാക്യാനി ലിഖന്തു. ഉദാഹരണം തന്നതനുസരിച്ച് സെൻറ്റൻസ് എഴുതുക. വിദ്യാലയः ഛാത്രः. വിദ്യാലയः ഛാത്രः. വിദ്യാലയस्य ഛാത്രः गच्छति. द्विचक्रिका ചക്രം. ദ്വിചക്രികായാः ചക്രം ഭ്രമതി. സൈക്കിളിൻ്റെ ചക്രം കറങ്ങുന്നു. വൃക്ഷः ഫലം. വൃക്ഷസ്യ ഫലം. ഖാദതി. മരത്തിൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നു. ഛാത്ര നാമ. ഛാത്രായാः നാമ പൃച്ഛതി. വിദ്യാർത്ഥിയുടെ പേര് ചോദിക്കുന്നു. രാമः പുസ്തകം. രാമസ്യ പുസ്തകം ആനയതി. രാമൻ്റെ പുസ്തകം കൊണ്ടുവരുന്നു. മന്ദിരം ശിഖരം. മന്ദിരസ്യ ശിഖരം പശ്യതി. അമ്പലത്തിൻ്റെ പീക്ക് മേൽഭാഗം കാണുന്നു. അടുത്ത് നോക്കാം. താലികായാം പ്രദത്താനാം ശബ്ദാനാം ഷഷ്ഠിവിഭക്തേഃ രൂപാണി റിക്തസ്ഥാനേഷു ലിഖന്തു. ആ എന്താണ് ബോക്സിനകത്ത് തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ ഷഷ്ഠി വിഭക്തി രൂപങ്ങളാണ് എഴുതി ബ്ലാങ്ക് ഫിൽ ചെയ്യേണ്ടത്. പുല്ലിംഗം. ദേവः ദേവസ്യ. വൃക്ഷः വൃക്ഷസ്യ. ദ്വാരപാലः ദ്വാരപാലസ്യ. സ്യൂതः സ്യൂതസ്യ. അനുജः അനുജസ്യ. അഗ്രജः അഗ്രജസ്യ. പിതാമഹः പിതാമഹസ്യ. മാതുലः മാതുലസ്യ. പ്രാചാര്യः പ്രാചാര്യസ്യ. വിദ്യാലയः വിദ്യാലയസ്യ. ഇനി സ്ത്രീലിംഗം നോക്കാം. രമ രമായാः. ഛാത്ര ഛാത്രായാः. യാഹ് എന്നിട്ടേക്കണേ. ദോള ദോളായാः. ഉപാസന ഉപാസനായാः. പുസ്തിക പുസ്തികായാः. ഭാതൃജായ ഭാതൃജായായാः. അഗ്രജ അഗ്രജായാः. സ്നുഷ സ്നുഷായാः. ലേഖനി ലേഖന്യാः. പത്നി പത്ന്യാः. പുത്രി പുത്ര്യാः. അടുത്തത് നപുംസക്ലിംഗം നോക്കാം. ഭവനം ഭവനസ്യ. ഉദ്യാനം ഉദ്യാനസ്യ. വനം വനസ്യ. സൂത്രം സൂത്രസ്യ.
പത്രം പത്രസ്യ, യന്ത്രം യന്ത്രസ്യ, വാതായനം വാതായനസ്യ, പുഷ്പം പുഷ്പസ്യ, സങ്കണകം സങ്കണകസ്യ, ഗൃഹം ഗൃഹസ്യ. അടുത്ത ചോദ്യം നോക്കാം. റിക്തസ്ഥാനേഷു കുടുംബസ്യ പരിചയം ലിഖന്തു. ബ്ലാങ്ക്സിൽ ഫാമിലിയെക്കുറിച്ച് എഴുതുക. ഓക്കെ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മമ നാമ ദിനേശഃ, മമ പിതുഃ നാമ സുരേഷഃ. ഇവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ അച്ഛൻ്റെ പേരും എടുത്തെഴുതാവുന്നതാണ്. മമ മാതുഃ നാമ, എൻ്റെ അമ്മയുടെ പേര്. മമ അഗ്രജസ്യ നാമ, എൻ്റെ ചേട്ടൻ്റെ പേര്. മമ അനുജായാഹ നാമ, എൻ്റെ അനുജൻ്റെ പേര്. മമ പിതാമഹസ്യ നാമ, എൻ്റെ മുത്തച്ഛൻ്റെ പേര്. മമ പിതാമഹ്യാഹ നാമ, എൻ്റെ മുത്തശ്ശിയുടെ പേര്. മമ പിതൃവ്യസ്യ നാമ, എൻ്റെ ചിറ്റപ്പൻ്റെ പേര്. മമ പിതൃവ്യായാഹ നാമ, എൻ്റെ ചിറ്റമ്മയുടെ പേര്. ഏതത് മമ കുടുംബം, ഇതാണ് എൻ്റെ കുടുംബം. അടുത്ത ചോദ്യം നോക്കാം. അധഃ ശ്രീരാമസ്യ കുടുംബസ്യ രേഖാചിത്രമസ്തി. താഴെ ശ്രീരാമദേവൻ്റെ കുടുംബത്തിൻ്റെ രേഖാചിത്രമാണ്. ചിത്രം ദൃഷ്ട്വാ ഉദാഹരണാനുസാരം വാക്യാനി രചയന്തു. ചിത്രം കണ്ട് ഉദാഹരണം തന്നതനുസരിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. ഓക്കെ, യഥ, അതായത് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. രാമസ്യ പിതാ ദശരഥഃ. ഇതേ കണക്ക് ബാക്കിയുള്ളതും എഴുതുക. നോക്കാം. ദശരഥസ്യ പുത്രഃ രാമഃ. ദശരഥൻ്റെ പുത്രൻ രാമൻ. രാമസ്യ മാതാ കൗസല്യ. രാമൻ്റെ അമ്മ കൗസല്യ. കൗസല്യായാഹ പുത്രഃ രാമഃ. കൗസല്യയുടെ പുത്രൻ രാമൻ. രാമസ്യ ശ്വശുരഃ ജനകഃ. രാമൻ്റെ അമ്മയപ്പൻ ജനകൻ. ജനകസ്യ ജാമാതാ രാമഃ. ജനകൻ്റെ മരുമോൻ രാമൻ. രാമസ്യ പത്നി സീത. രാമൻ്റെ ഭാര്യ സീത. സീതായാഹ പതി രാമഃ. സീതയുടെ ഭർത്താവ് രാമൻ. സീതായാഹ ശ്വശുരഃ ദശരഥഃ. സീതയുടെ അമ്മായപ്പൻ ദശരഥൻ. ദശരഥസ്യ സ്നുഷാ സീത. ദശരഥൻ്റെ മരുമോൾ സീത. സീതായാഹ ശ്വശ്രൂഃ കൗസല്യാഃ. സീതയുടെ അമ്മയമ്മ കൗസല്യ. കൗസല്യാഃ സ്നുഷാ സീത. കൗസല്യയുടെ മരുമകൾ സീത. സീത ജനകസ്യ പുത്രി. സീത ജനകൻ്റെ മകൾ. ജനകഃ സീതായാഹ പിത. ജനകൻ സീതയുടെ അച്ഛൻ. സീതായാഹ മാതാ സുനയന. സീതയുടെ അമ്മ സുനയന. സുനയനായാഹ പുത്രി സീത. സുനയനയുടെ മകളാണ് സീത. സീതായാഹ ദേവരഃ ലക്ഷ്മണ. സീതയുടെ ദേവർ, അതായത് ഭർത്താവിൻ്റെ അനിയനാണ് ലക്ഷ്മണൻ. ലക്ഷ്മണസ്യ ഭാതൃജായ സീത. ലക്ഷ്മണൻ്റെ ഏട്ടത്തിയമ്മയാണ് സീത. സീതായാഹ പുത്രഃ ലവഃ. സീതയുടെ മകനാണ് ലവൻ. ലവസ്യ മാതാ സീത. ലവൻ്റെ അമ്മയാണ് സീത. അടുത്ത ചോദ്യം നോക്കാം. നിമ്നാങ്കിത് പുസ്തകസൂചി മധ്യേ കസ്യ ഉപരി കിം അസ്തി ഇതി ലിഖന്തു. താഴെ തന്നിരിക്കുന്ന പുസ്തകസൂചിയിൽ ഏതാണ് ഏതിൻ്റെ മേലെ എന്ന് എഴുതണം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ലീലാവത്യാ ഉപരി പഞ്ചതന്ത്രമസ്തി. ലീലാവതിയുടെ മേലെ പഞ്ചതന്ത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം കൊടുത്തേക്കുന്നത് എന്താണ്? പഞ്ചതന്ത്രം. അതിന് ശേഷമാണ് ലീലാവതി കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലീലാവതിയുടെ മേലെയാണ് പഞ്ചതന്ത്രം എന്ന് പറഞ്ഞത്. ഓക്കെ, ഭഗവത്ഗീതായാഹ ഉപരി ലീലാവതി അസ്തി. ഭഗവത്ഗീതയുടെ മേലെ ഏതാണ്? ലീലാവതി ഉണ്ട്. അതായത് പുസ്തകത്തിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ അതേ കണക്ക് ബാക്കിയെല്ലാം എഴുതണം. രാമായണം ഉപരി ഭഗവത്ഗീത അസ്തി. ഹിതോപദേശഃ ഉപരി രാമായണം അസ്തി. യോഗശാസ്ത്രം ഉപരി ഹിതോപദേശഃ അസ്തി. രഘുവംശം ഉപരി യോഗശാസ്ത്രം അസ്തി. മനുസ്മൃതിഃ ഉപരി രഘുവംശം അസ്തി. അമരകോശः ഉപരി
मनुस्मृतिः अस्ति। अष्टाध्यायी उपरि अमरकोशः अस्ति। महाभारतम् उपरि अष्टाध्यायी अस्ति। അർത്ഥശാസ്ത്രം ഉപരി മഹാഭാരതം അസ്തി. ഇങ്ങനെ ഈ രീതിയിലാണ് എഴുതി പോകേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും എക്സസൈസ് എക്സ്പ്ലനേഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് എനേബിൾ ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്